വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരത്തിനായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തോട് പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കയ്യൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയമസഭാ സ്പീക്കർ. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, Kanjangad. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 7 ക്ലാസ് മുറികളും 1 ലൈബ്രറിയും 5 ടോയ്ലറ്റ് ബ്ലോക്കുകളും സ്റ്റെയർ കേസും വരാന്തയുമാണ് ഉൾപ്പെടുന്നത്. 387.40 ചതുരശ്ര മീറ്ററാണ് കെട്ടിടത്തിന്റെ വിസ്തീർണം. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠിക്കാൻ മികച്ച കെട്ടിടം മാത്രം പോരാ, നല്ല കളിസ്ഥലവും വേണം. ആരോഗ്യമുള്ള പുതുതലമുറ രൂപപ്പെടാൻ കളിസ്ഥലങ്ങൾ അനിവാര്യമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ആധുനിക സംവിധാനം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നും മികച്ച നിലവാരമുണ്ടാകണമെന്നും അക്കവും അക്ഷരവും പഠിക്കുന്നതോടൊപ്പം തന്നെ അഭിരുചികൾ വളർത്തണമെന്നും കലാപരിപാടികൾ പരിശീലിപ്പിക്കണമെന്നും നന്നായി പഠിക്കാൻ കഴിയാത്ത കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചരിത്രബോധമുള്ള തലമുറയെ വളർത്തേണ്ടത് അനിവാര്യമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. കയ്യൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് കയ്യൂരിലെ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഠത്തിൽ അപ്പവും കോയിത്താട്ടിൽ ചിരുകണ്ഠനും പഠിച്ചത്. അവർ ചരിത്രത്തിന്റെ ഭാഗമാണ്. പുതിയ കാലത്ത് ചരിത്ര വസ്തുതകളെ തിരിച്ചറിയാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. കാരണം പുതുതലമുറ അറിയണം അവരായി, നമ്മളായി എന്ന് ചോദിച്ചതുപോലെ ഇവരെങ്ങനെ അറിയണം ഈ കയ്യൂർ എന്ന നാട് എങ്ങനെയാണ് ലോകഭൂപടത്തിൽ അറിയപ്പെട്ടത്, കയ്യൂർ എങ്ങനെ ഭൂപടത്തിൽ അറിയപ്പെട്ടു, ആരാണ് ചിരുകണ്ഠനും അപ്പവും എല്ലാം എന്ന് ഈ കുഞ്ഞുമക്കൾ അറിയേണ്ട കാലമാണ്. കാരണം ചരിത്രത്തെ വക്രീകരിക്കുന്ന കാലമാണ്. ഡിസ്റ്റോർട്ടിംഗ് ദ ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രത്തെ വക്രീകരിക്കാനും ചരിത്രത്തിലൊരു സംഭാവനയും നൽകാത്തവരെ മഹത്വവൽക്കരിക്കാനും ഗ്ലോറിഫൈ ചെയ്യാന്ന് പറയാം. ഡിസ്റ്റോർട്ടിംഗ് ദ ഹിസ്റ്ററി ഒരു വിഭാഗത്തെ ഗ്ലോറിഫൈ ചെയ്യുക. അങ്ങനെയുള്ള കാലത്ത് ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രം പുതുതലമുറ പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരം മ്യൂസിയം അനിവാര്യമായി വരുന്നത്. നെഹ്റുവിനും മഹാത്മാഗാന്ധിക്കും ഒന്നും പ്രാധാന്യം അർഹിക്കാതെ അവരെല്ലാം സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാലമാണ്. പാഠപുസ്തകത്തിന്റെ സിലബസിൽ നിന്നും ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K ശകുന്തള, കയ്യൂർ ചീമേനി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M ശശിധരൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PB ഷീബ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് അംഗങ്ങളായ P ലീല, M പ്രശാന്ത്, DD ഇൻചാർജ് P ദിനേശ, SSK കാസർഗോഡ് DPC VS ബിജുരാജ, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ M സുനിൽകുമാർ, ചെറുവത്തൂർ AEO രമേശൻ പുന്നത്തിരിയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M ബാലകൃഷ്ണൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ M രാജീവൻ, സ്കൂൾ വികസന സമിതി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, T ദാമോദരൻ, മുൻ HM E മധുസൂദനൻ, SMC ചെയർമാൻ AK ബാബുരാജ്, മദർ PTA പ്രസിഡന്റ് സജിത രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. HM ഇൻചാർജ് NK വിനോദ് കുമാർ സ്വാഗതവും PTA പ്രസിഡന്റ് KP വിജയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.